എപ്പിസോഡ് 5 ഈറ്റ് ഇറ്റ് ബെറാട്ടി. സോ ഈ ഒരു എപ്പിസോഡിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതിന് മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുവരെയുള്ള എപ്പിസോഡ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലൂഫിയും അതുപോലെ തന്നെ മങ്കി ഡി ഗാർപ്പും നേർക്കുനേരെ വരുന്നതും ലൂഫി ആണെങ്കിൽ ഉള്ളിൽ നിന്ന് മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത് ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് കേട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നതുമാണ്. അപ്പോൾ അവന്റെ പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് അവൻ കുട്ടിയായിരുന്ന സമയത്ത് ഓൾറെഡി ഷാങ്സ് ആണെങ്കിൽ അവന് തൊപ്പി കൊടുത്തല്ലോ. അതിനുശേഷം തൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു കപ്പൽ ഉണ്ടാക്കാനും അതുവഴി തനിക്കാണെങ്കിൽ ആ ഒരു വൺ പീസ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകാനും വേണ്ടിയിട്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുട്ടിയായാലും അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ വലുതായതുകൊണ്ട് തന്നെ അവന് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ ഇപ്പം അവനാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മങ്കി ഡി ഗാർപ്പ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, എടാ നീ വന്നേ, മറൈൻ ട്രെയിനിങ്ങിന് സമയമായി, നിനക്ക് ഞാൻ ട്രെയിനിങ്സ് ഒക്കെ പറഞ്ഞു തരാം, നീ ആയിരിക്കണം അടുത്ത വൈസ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ വൈസ് ജനറൽ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവൻ പറയാണ്, അപ്പൂപ്പൻ അങ്ങ് പൊയ്ക്കേ, ഞാനാണെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ ചെയ്ത് തീർത്തിട്ട് വരാം, എനിക്ക് മറൈനൊന്നും ആവണ്ട, എനിക്ക് പൈറേറ്റ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് പുള്ളിയെ ഓടിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ഗാർപ്പിന് ദേഷ്യം വരികയും അവനെ എടുത്ത് എറിയുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിടുകയും ചെയ്യുകയാണ്. അങ്ങനെ അന്ന് അവൻ ഭയങ്കരമായി വിഷമിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവനെ അങ്ങ് എടുത്തോണ്ട് പോവാണ് മറൈൻസിന്റെ ആ ഒരു ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ ടൈമിലോട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ ഇപ്പം ഗാർപ്പാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഒരു ഒച്ചുവഴി അവനോട് പറയാൻ ശ്രമിക്കുകയാണ്, എടാ നീ മര്യാദയ്ക്ക് ഈ ഒരു പരിപാടിക്ക് നിൽക്കാണ്ട് മറൈൻസിന് ജോയിൻ ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ മുത്തശ്ശനെ കേൾക്കുന്നേയില്ല. അങ്ങനെയല്ലേ ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, മുത്തശ്ശന് ഒരു പവർ ഉണ്ട്. അതായത് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയതാണ്. അവിടെ നമ്മൾ പീരങ്കിയിലിടുന്ന ആ വലിയൊരു ബോൾ പോലത്തെ ഉണ്ടയില്ലേ, ആ ഉണ്ട എടുത്തിട്ട് ഇവരുടെ ബോട്ടിന് നേരെ എറിയുകയാണ്. ഇവരുടെ ബോട്ട് എന്തായാലും അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ നശിയും എന്നുള്ളൊരു കാര്യത്തിൽ 101% ഉറപ്പാണ്. ഇപ്പോൾ നമ്മളുടെ ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡി ശരിക്കും പറഞ്ഞാൽ ഇലാസ്റ്റിക് ആവുമല്ലോ, അവൻ എയർ ഉള്ളിൽ പിടിച്ചു വെച്ച് വലിയൊരു ബലൂൺ പോലെ ആവുകയാണ്. എന്നിട്ട് ആ വലിയൊരു ഉണ്ട അവന്റെ വയർ വെച്ച് തടുത്ത് നിർത്തുകയും അതാണെങ്കിൽ തിരിച്ച് നമ്മളുടെ ഗാർപ്പിന്റെ ആ ഒരു ഷിപ്പിലോട്ട് അയക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തിരിച്ചത് വന്ന് വീഴുന്ന സമയത്ത് ഹെൽമിപ്പോയുടെ ദേഹത്തോട്ട് വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കോബി അങ്ങോട്ടേക്ക് വന്നിട്ട് ഹെൽമിപ്പോയെ രക്ഷിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞ പായ്ക്കപ്പലിന്റെ ഒരു പായ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇവർക്ക് ഡയറക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ ഗാർപ്പിന്റെ കപ്പല് അവിടെ സ്റ്റക്ക് ആവുകയാണ്. ഈ ഒരു സമയത്ത് ഹെൽമിപ്പോ ആകെ ഞെട്ടുകയാണ്. കാരണം കോബിയോട് നല്ലതൊന്നും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ താൻ ജീവനോടെ ഇരിക്കാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോബിയാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സും ഊസോപ്പും കൂടി ചേർന്നിട്ട് നമ്മളുടെ ലൂഫിയെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം മഞ്ഞ് മൂടിയ കോടമഞ്ഞുള്ള ഒരു സ്ഥലത്ത് എത്തുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ലൂഫി പറയുകയാണ്, ഇവിടെ ഏതോ ഒരു വില്ലേജ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, നല്ല സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നാമി പറയണേ, എൻ്റെ നാവിഗേഷനിൽ ഇവിടെ ഒരു വില്ലേജേ ഇല്ല എന്ന് പറയണം. പക്ഷേ ലൂഫി ആണെങ്കിൽ ഉറപ്പിച്ച് പറയണം, നീ ഒരു പണി, ഞാൻ പറയുന്ന ഡയറക്ഷനിൽ പോ, കാരണം നമ്മളുടെ ലൂഫി ആണെങ്കിൽ ഒരു ശാപ്പാട്ടിരാമനല്ലേ, സോ അവനറിയാമല്ലോ ഫുഡിന്റെ മണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഇവരത് ആ ഒരു ഡയറക്ഷനിൽ പോകുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് കടലിന്റെ നടുക്ക് ഒരു ഹോട്ടൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഹോട്ടലിന്റെ അടുത്തോട്ടാണ് ഇവർ പോകുന്നത്. ഈ ഒരു ഹോട്ടൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ബ്ലൂവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മാപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, സോ അതിൽ ഈസ്റ്റ് ബ്ലൂവിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഫുഡ് കുക്ക് ചെയ്യുന്ന ആളുടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസ്മോക്ക് സാൻജി എന്നാണ്. അദ്ദേഹമാണ് ഈ ഒരു ഈസ്റ്റ് ബ്ലൂവിലെ ഏറ്റവും വലിയ കുക്ക്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹോട്ടലിലെ ഷെഫ് വേറൊരാളാണ്, മെയിൻ ഷെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ സാൻജി ആണെങ്കിൽ എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം ഇവനിങ്ങനെ ഷെഫ് ആകാൻ വേണ്ടിയാണ് ആഗ്രഹമെങ്കിലും അവിടെയുള്ള ഒറിജിനൽ ആ ഒരു മാസ്റ്റർ ഷെഫിലെ മാസ്റ്റർ വന്നിട്ട് പറയാണ്, നീ കുക്ക് ചെയ്യൊന്നും വേണ്ട, നീ പോയിട്ട് അവിടെ വെയിറ്ററിന്റെ ജോലി ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഈ ഒരു സമയത്താണെങ്കിൽ ഇവനിങ്ങനെ അവിടെ നോക്കുമ്പോൾ അവിടെ 2 ആൾക്കാർ തമ്മിൽ ഇടി ഉണ്ടാക്കുകയാണ്. ഒരു റെഡ് ഹെയർ ഉള്ള മനുഷ്യനും വേറൊരു മനുഷ്യനും. അങ്ങനെ ഈ ഒരു മനുഷ്യന്മാർ ഇടി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഹോട്ടലിന് ഒരു റൂൾ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ സാജിക്ക് ഓൾറെഡി ആ ഒരു മാസ്റ്റർ ഷെഫിനോടും ദേഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഇവരെ നല്ല രീതിയിൽ അടിച്ച് പുറത്താക്കുകയാണ്. കാരണം ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പാടില്ല എന്നുള്ള നിയമം ഉണ്ടല്ലോ. അങ്ങനെ ഈ ഒരു സമയത്താണ് സാൻജി ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന നാമിയെ കാണുന്നത്. സാൻജി സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പവറൊക്കെ ഉണ്ടെങ്കിലും
അവൻ ചെറുതായിട്ടൊരു പഞ്ചാരയായിരുന്നു. ഇവനിങ്ങനെ ആൾക്കാരെ അടിച്ചിടുന്നതൊക്കെ ലൂഫി ഭയങ്കരമായി നോക്കി കാണുന്നുണ്ട്. ഇനി ലൂഫിയുടെ കണ്ണ് അടുത്ത ക്രൂ മെമ്പറിനെ ഇവനാക്കാൻ വേണ്ടി ആയിരിക്കണം, അതായിരിക്കുമല്ലോ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇപ്പൊ നാമിയുടെ അടുത്ത് നിന്ന് നൈസായിട്ട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനോട് നീ പച്ചവെള്ളം എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഇപ്പം ലൂഫിയും അതുപോലെ തന്നെ ഊസോപ്പും നാമിയെ കളിയാക്കുകയാണ്. അവന് നിന്നോട് ട്രൂ ലവ് ആണെന്ന് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു സൈഡിൽ ഗാർപ്പിന്റെ കപ്പലിൽ നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ അയാളാണെങ്കിൽ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി ഉത്തരവിട്ടോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കോബി അയാളെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഗാർപ്പ് അയാളുടെ റൂമിൽ വന്നതിന് ശേഷം ഒരു കോള് ചെയ്യുകയാണ്. ആരെയാണ് കോള് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രാക്കുലെ മിൻഹാക്ക്. അങ്ങനെ ഇയാളെ എന്തിനാണ് കോൾ ചെയ്യുന്നത്? മിൻഹാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൈറേറ്റ് ആണ്, അല്ലെങ്കിൽ മറൈൻ ആണോ എന്നറിയാത്ത രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഗോൾഡ് റോജറെ കൊല്ലത്തില്ലേ, ആ ഒരു എപ്പിസോഡിൽ ഇയാളെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ആ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇയാളോട് ഇപ്പൊ പറയാണ് ഗാർപ്പ്, നിന്നെ പോലെ ലൂഫി എന്ന പേരായ ആളെ ജീവനോടെ പിടിക്കണമെന്ന് പറയണം. അയാൾ പറയണ അതിനെന്താ ഞാൻ പിടിക്കാലോ എന്ന്. ഈ ഒരു സമയത്ത് അയാൾ ഉള്ള സ്ഥലം നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡോൺ എന്ന പേരായിട്ടുള്ള ഒരു പൈറേറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇയാളുള്ള പ്ലേസ് ഗ്രാൻഡ് ലൈനും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഗ്രാൻഡ് ലൈനിൽ ഈ വൺ പീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ആ ഒരു പൈറേറ്റിന്റെ പേരാണ് ഡോൺ. ഏകദേശം 5000 ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ എല്ലാവരോടും ഇയാൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ ഒരൊറ്റൊരാളായിട്ട്. അങ്ങനെ ഇപ്പം ഡോണിനെതിരെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആ ഒരൊറ്റ വാള് വെച്ചിട്ട് ഇയാളെ എല്ലാവരെയും തീർക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കൊരു പവറുണ്ട്. ആ വാള് കൊണ്ട് നിലത്തടിച്ചാൽ പോലും ആ വാള് പോകുന്ന ആ ഒരു ലൈനിലുള്ള എല്ലാം തന്നെ കട്ടായി പോകും. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള സ്വാർട്സ്മാൻ ആണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്വാർട്സ്മാൻ, നമ്മുടെ സോറോ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷൻ. അങ്ങനെ ഈ ഒരു കാര്യം ഗാർപ്പ് അയാളെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ കോബിക്ക് ലൂഫിയുടെ കാര്യത്തിൽ ഭയങ്കരമായി ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ ലൂഫിയും നാമിയും അതുപോലെ തന്നെ ഉസോപ്പും നമ്മുടെ സോറോയും കൂടിയിട്ട് നമ്മുടെ വെറൈറ്റിയിൽ നിന്ന് നല്ല രീതിയിൽ ഫുഡ് അടിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ മെയിൻ ഷെഫ് വന്നിട്ട് ലൂഫിയോട് പാത്രം കഴുകിയിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ലൂഫി വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൻ ഒരു കാര്യം പറയാതെ പാത്രം കഴുകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സാൻജി ഫുഡ് വെക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്. അങ്ങനെ സാൻജിയുടെ അടുത്ത് ഈ ഒരു മാസ്റ്റർ ഷെഫ് വന്നിട്ട് പറയുകയാണ്, എന്നിട്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കണ്ട എന്ന്, ഇത് മാത്രം പറയുന്നത് മാത്രം നീ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കിയ ഫുഡ് എടുത്ത് വേസ്റ്റിലിടുകയാണ്. ആരും കാണാതെ നമ്മുടെ ലൂഫി അതെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ലൂഫിക്ക് ഈ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ നാമി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാള് അയാൾ ആരാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അയാളുടെ അടുത്ത് എന്നിട്ട് പറയണം, എനിക്ക് തൊട്ടടുത്തുള്ള ഐലൻഡിലോട്ട് പോകണം, ഞാൻ എത്ര രൂപ തന്നാൽ എന്നെ അവിടെ കൊണ്ടാക്കുമെന്ന്. അതായത് നാമി ഇപ്പോഴും ബാക്കിയുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാളൊരു എമൗണ്ട് പറയുകയാണ്. അങ്ങനെ ഇത്ര സമയത്ത് നീ ആ എമൗണ്ടുമായിട്ട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറയുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നാമിയും ഉറപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് ലൂഫി ആണെങ്കിൽ നേരെ നമ്മളുടെ ആ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സാൻജിയുടെ അടുത്ത് ചെന്നിട്ട്, നീ ഉണ്ടാക്കുന്ന ഫുഡ് എന്താ അടിപൊളിയാ മോനെ എന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ താൻ ഉണ്ടാക്കിയ ഫുഡ് ഒരാൾ കഴിച്ചിട്ട് ഇത്രയും നല്ല അഭിപ്രായം പറയുമ്പോൾ സാൻജിയും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. അങ്ങനെ ഇപ്പൊ ലൂഫി ചോദിക്കുകയാണ്, ഞാൻ എന്തായാലും ഒരു പൈറേറ്റ് ക്രൂ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്, നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോ, നീ എന്തിനാണ് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നത്, നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ തന്റെ ക്രൂവിലോട്ട് ആസ് യൂഷ്വൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു പ്ലേസിലോട്ട് ഒരാൾ വരികയാണ്. അയാൾക്ക് നല്ല രീതിയിൽ അടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അയാൾ സാൻജിയോട് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരിക്കും സാൻജിയുടെ ഒരു പോളിസി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ കുക്ക് ചെയ്യുന്നു, അത് മാക്സിമം വിശക്കുന്ന ആൾക്കാരിലോട്ട് എത്തിക്കുക, അല്ലാണ്ട് ഒരുപാട് പൈസ ഉള്ളവർക്ക് വീണ്ടും കുക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സാൻജിയുടെ അടുത്ത് ഇന്ന് വരെ ആരെങ്കിലും വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് നല്ല ഹൈ ക്ലാസ് ഭക്ഷണം സാൻജി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇയാൾക്കും ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ലൂഫിക്ക് ഭയങ്കരമായിട്ട് അവനിൽ ഇംപ്രസ് ആവുകയാണ്. അങ്ങനെ ഇപ്പം ലൂഫി പറയുകയാണ്, ഞങ്ങളുടെ ക്രൂ ഇനി നേരെ ഗ്രാൻഡ് ലൈനിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ വൺ പീസിലോട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് ഈ വന്ന ആൾ അത് കേൾക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിൻഹാക്ക് അവിടെ ആ ഒരു ഫൈറ്റില് തോൽപ്പിച്ചിട്ടുള്ള ആളുടെ ടീമിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആകെ ഒരു ക്രൂ മെമ്പർ ആണ് അദ്ദേഹം. അങ്ങനെ ഇപ്പൊ അദ്ദേഹം നമ്മുടെ ലൂഫിയോട് പറയുകയാണ്, നീ ഇത്ര വലിയ ഷോ ഒന്നും ഇറക്കണ്ട. അങ്ങനെ അയാളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും അയാളുടെ എക്സ്പീരിയൻസ് എല്ലാം പറയുന്ന സമയത്ത് നൈസായിട്ട് ലൂഫിക്ക് ആദ്യമായിട്ട് പേടി വരാൻ വേണ്ടി തുടങ്ങുകയാണ്.
അങ്ങനെ ഇതേ സമയത്ത് തന്നെ കോബി ആണെങ്കിൽ ഗാർപ്പിനെ വാച്ച് ചെയ്യുമ്പോൾ ഗാർപ്പിൽ എന്തൊക്കെയോ സംശയം അവന് തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ഡയറക്റ്റ് ആയിട്ട് ഗാർപ്പിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് മിൻഹാക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കള്ളനല്ലേ, അല്ലെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യനാണോ? ശരിക്കും പറഞ്ഞ ഗവൺമെന്റ്, ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മിൻഹോക്ക് എന്ന് പറഞ്ഞാൽ പൈറേറ്റും അല്ല മറൈനും അല്ല, ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഗവൺമെന്റ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരാളിനെ വളർന്നു വരാൻ ഈ മിൻഹോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാണോ എന്നൊന്നും ഗവൺമെന്റിന് അറിയത്തില്ല. മിൻഹോക്കിനെ പോലെ തന്നെ കുറച്ച് പൈറേറ്റ്സ്, അതായത് ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വേറെ കുറച്ച് പൈറേറ്റ്സ് ഉണ്ട്. ആ പൈറേറ്റ്സ് ഗവൺമെന്റുമായിട്ട് ചെറിയൊരു ടൈപ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഗവൺമെന്റിന് ഒരു പ്രശ്നമല്ല. അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ച് ഗാർപ്പിനോട് ചോദിക്കുമ്പോൾ ഗാർപ്പ് പറയാണ്, മോനെ എനിക്കറിയാം, പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷനിൽ എനിക്കത് അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവർ പറയുന്നത് ചെയ്യുന്നു, അതല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വൈസ് ജനറൽ ആയിട്ടിരിക്കുന്നത്. ജനറൽ ആവാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പം പോലെ സാധിക്കുമെന്നെല്ലാം അദ്ദേഹം പറയുകയാണ്. ഈ സമയത്ത് തന്നെ ഉസോപ്പ് ആണെങ്കിൽ അവിടെ കുടിച്ച് മറച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചു കഴിയുമ്പോൾ അവന്റെ തള്ളിസ്റ്റ് ഒന്നും കൂടി ഉണരുമല്ലോ. അങ്ങനെ ഇപ്പൊ അവനാണെങ്കിൽ ഞങ്ങളിങ്ങനെ അവിടെ പോയി, അപ്പൊ കുറെ ആൾക്കാർ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നു, ലൂഫി അവന്റെ വയറ് കൊണ്ട് ഗാർപ്പിന്റെ അത് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് മിൻഹോക്ക് ആയിരുന്നു. അങ്ങനെ മിൻഹോക്കിന് കാര്യം മനസ്സിലാവുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ലൂഫിയെ തേടിയിട്ടാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ഉസോപ്പിനോട് ചോദിക്കുമ്പോൾ ഉസോപ്പ് പറയുകയാണ്, അവന്റെ ആ ഒരു ക്രൂ മെമ്പേഴ്സ് മൊത്തം ഇവിടെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇവരുടെ ഫ്രണ്ടിലോട്ട് ചെന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇപ്പം കൊണ്ടും ചെന്നെത്തുന്നത് നാമിയുടെ ഫ്രണ്ടിലാണ്. അങ്ങനെ നാമിക്ക് മനസ്സിലാവാണ് ഇയാൾ എന്തോ ഒരു വലിയൊരു സംഭവമാണെന്ന്. അങ്ങനെ ലൂഫി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുകയാണ്, എനിക്ക് ലൂഫി അറിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യം സോറോ ശ്രദ്ധിക്കുകയാണ്. ശരിക്കും സോറോയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സ്പോർട്സ്മാൻ ആവുക, ബെസ്റ്റ് സ്പോർട്സ്മാൻ ആവുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ സമയത്ത് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് മിൻഹോക്ക്. അങ്ങനെ ഇവൻ അയാളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂഫി അന്വേഷിച്ചാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇപ്പം സോറോ നേരെ മിൻഹാക്കിന്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, അതെ എനിക്കറിയാം നിങ്ങളാണ് വേൾഡിലെ ഏറ്റവും വലിയ സ്പോർട്സ്മാൻ എന്ന്. എൻ്റെ ആഗ്രഹവും ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ തന്നെയാണ്. ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് നിങ്ങളെപ്പോലെ ആകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനിയെങ്കിലും എനിക്ക് നിങ്ങളെപ്പോലെ ആകണം, അതിന് ഞാൻ നിങ്ങളെ തോൽപ്പിക്കണം. എന്നാൽ മാത്രമേ അവനാണെങ്കിൽ അവന്റെ ബാല്യകാല സുഹൃത്തിന് കൊടുത്തിട്ടില്ല, ആ മരിച്ചുപോയ ആ ഒരു സുഹൃത്തിന് കൊടുത്തിട്ടില്ല വാക്ക് പാലിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ക്വീനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഇവൻ ഈ ഒരു കാര്യമൊക്കെ പറയുന്നത്. അങ്ങനെ ഇപ്പം ഇവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്ന സമയത്ത് ഈ മിൻഹോക്കിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ അയാളും ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ലൂഫി അങ്ങോട്ടേക്ക് വരികയാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് ഇയാളെ പിന്തിരിപ്പിക്കാൻ, സോറോയെ പിന്തിരിപ്പിക്കാൻ നമ്മളുടെ നാമി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ലൂഫിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു ആഗ്രഹമുണ്ടോ, അതിനുവേണ്ടി അയാൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ലോകത്ത് ഒരു ശക്തിയും തന്നെ അയാളെ പിന്തിരിപ്പിക്കാൻ പാടുള്ളതുമല്ല, പിന്തിരിപ്പിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ലൂഫിയും സപ്പോർട്ട് ചെയ്യുകയാണ്, വാളുകളൊക്കെ റെഡിയാക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇപ്പം ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാമി നേരെ റൂമിലോട്ട് പോവുകയാണ്. ശരിക്കും ഓൾറെഡി നാമി ഇവരെ ചതിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവളിങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ പോകാനുള്ള ആ ഒരു കപ്പലിന്റെ അടുത്ത് വരെ അവൾ എത്തുകയാണ്, അതായത് പൈസ കൊടുത്ത് പോകാൻ വേണ്ടി. പക്ഷെ അവിടെ എത്തുമ്പോൾ താൻ എന്തോ ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവളിങ്ങനെ പോണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഇപ്പം ഫൈറ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഉസോപ്പും അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയും സോറോയും വരികയാണ്. ഒറ്റയാൾ പട്ടാളമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മിൻഹോക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂഫി വലിയ വാളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ലൂഫിയും അതുപോലെ തന്നെ സോറോയും ഉസോപ്പും വരുന്നത്. പക്ഷെ വിരലിന്റെ അത്രയുള്ള നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന കത്തിയുമായിട്ടാണ് മിൻഹോക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ അപമാനിച്ചു എന്ന് സോറോ വിചാരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കത്തിയും കൊണ്ട് പെടാപ്പാട് പെടുത്തുകയാണ്. അങ്ങനെ അവസാനം നമ്മളുടെ സോറോയ്ക്ക് മനസ്സിലാവുകയാണ് ഇതത്ര ഈസി അല്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഫൈറ്റ് മുന്നോട്ട് പോവുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ തോറ്റു എന്ന് മനസ്സിലാവുകയാണ്, അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വാളുകളൊക്കെ കറക്കി ഒരു കത്തി എയറിലും നിർത്തി അവരിങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് തെറിച്ചും പോകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ആരുടെ കത്തിയാണ് മുറിഞ്ഞത്, ആരാണ് ജയിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സോറോ ചെന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ സോറോയുടെ കത്തി ഓരോരോ പീസുകളായിട്ട് അടന്നു വീഴുകയാണ്. ഇതോടുകൂടി നമുക്ക് മനസ്സിലായി സോറോ തന്നെയാണ് തോറ്റിട്ടുള്ളത് എന്ന്. അങ്ങനെ ഇപ്പം മിൻഹോക്ക് പറയുകയാണ്, എനിക്കറിയാം നീ നല്ലൊരു എതിരാളിയാണ്, പക്ഷെ ഇനിയും നിനക്ക് പ്രാക്ടീസ് കിട്ടേണ്ടതുണ്ട്. സോ നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ നീ പ്രാക്ടീസ് ചെയ്യത്തില്ല. അതിന് നിനക്ക് നല്ലൊരു മുറിവ് ഞാൻ തരാം. ആ മുറിവ് ഉണങ്ങുന്നതും ആ മുറിവിന്റെ പാടുകളും നിനക്ക് നല്ലൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
അവൻ്റെ നെഞ്ചിൽ ആഞ്ഞ് കുത്തുകയാണ്. ആഞ്ഞ് കുത്തുക എന്ന് പറഞ്ഞാൽ വെട്ടുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് സ്കിന്നിൻ്റെ പുറത്ത് മാത്രമുള്ള മുറിവായിരുന്നു. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആക്കിയതിനു ശേഷം മിൻഹോ ഈ പറഞ്ഞ ലൂഫിയെ പോലും കൊണ്ടുപോകാതെ അവിടെ നിന്ന് പോവുകയാണ്. സത്യത്തിൽ ലൂഫിയെ തേടിയാണ് വന്നതെങ്കിലും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഈ ഒരു കിടക്കുന്ന സോറോയെ കണ്ടിട്ട് നമ്മളുടെ ലൂഫി ഭയങ്കരമായി ഇമോഷണൽ ആവുകയാണ്. ആ ഒരു സ്ഥലത്തോട്ട് നാമിയും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം എല്ലാവരും കൂടി ഇമോഷണൽ ആവുന്ന സമയത്ത് സോറോ പറയുകയാണ് ആ വാളിനെ നോക്കിയിട്ട്, കുയിന, ഇപ്പോൾ എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് അടിപറ്റിപ്പോയി, പക്ഷേ ഞാൻ എന്തായാലും നിനക്ക് തന്ന വാക്ക് പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ശരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലുഫി ഓൾറെഡി പേടിച്ചിരിക്കുകയാണ്. സോറോയ്ക്ക് അടിപറ്റിയിട്ടുണ്ട്. ഇനി നാമി അവരെ ചതിക്കുമോ? ഉസോപ്പ് ആണെങ്കിൽ ഓൾറെഡി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. സോ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തുന്നത് വരെ ബൈ ഫ്രം us.